ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നൊരു ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ആലു പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഇതിനുള്ളിൽ നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല. ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫില്ലിങ് നമുക്ക് 2 ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആലു പൊറോട്ട റെഡിയാക്കി എടുക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ആട്ടമാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എലൈറ്റിൻ്റെ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഏത് ഗോതമ്പാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നമുക്കിത് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ തന്നെ ഇത് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലാണോ നിങ്ങൾ ഒഴിക്കുന്നത് അത് ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. മാവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്തൊന്ന് കുഴച്ച ശേഷം ഞാനിതൊരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു 1/4 മണിക്കൂറിന് ശേഷം പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്കിതിൽ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ല ചൂടോട് കൂടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുന്നത്. ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മുളക് പൊടിയും മസാലയെല്ലാം കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചൂടൊക്കെ ഒന്ന് മാറിയതുകൊണ്ട് കൈകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഈ മസാലയിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫില്ലിങ് അധികം കയ്യിലൊട്ടാതെ നല്ല പരുവത്തിന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആലു പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരികയും ചെയ്യും. കടലമാവും ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മാവെല്ലാം ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് മാവ് നമുക്ക് കയ്യിലേക്ക് എടുക്കാം. കയ്യിലേക്കിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് എടുക്കാം. ഫില്ലിങ് എടുത്ത് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കൈകൊണ്ട് പരത്തി വെച്ചതിന് മാവിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതിനുള്ളിൽ വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ അകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫില്ലിങ് അകത്താക്കി നമുക്ക് റൗണ്ടിനൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഫില്ലിംഗ് എല്ലാം ഉള്ളിലായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ എടുത്തു മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ബോൾ നേരെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിമാവിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ വെച്ച് തന്നെ നമുക്ക് കൈകൊണ്ട് മെല്ലെ പരത്തി കൊടുക്കാം. നമ്മൾ ആദ്യം ഇതുപോലെ പൊടിമാവിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പൊട്ടിപ്പോകാതെ കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് പലകയിലേക്ക് മാറ്റി പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് പലകയിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കാം. ഇനി ഞാനിത് ഇതിൽ വെച്ചൊന്ന് പരത്തിയെടുക്കുകയാണ്.
നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ സ്പീഡിന് പരത്തിയെടുത്താൽ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ മുകളിലേക്കൊന്ന് റോൾ ചെയ്യുക, പിന്നെ താഴേക്ക് റോൾ ചെയ്യുക. അങ്ങനെ കെയർഫുള്ളായിട്ട് പരത്തിയെടുക്കുക. എന്നാൽ മാത്രമേ നല്ല പൊന്തി വരത്തുള്ളൂ നമ്മുടെ പൊറോട്ട. നന്നായിട്ട് പൊടിമാവിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിലേക്കിട്ടൊന്ന് ചുട്ടെടുക്കാം. നമുക്കിത് ചൂടായ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പാൻ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചെറിയ ചെറിയ കുമിള പോലെയൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ചുറ്റിനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല ഫ്ലഫി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആലു പൊറോട്ട. ഇതുപോലെ രണ്ട് സൈഡിലും നെയ്യ് തടവി തന്നെ ചുട്ടെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചുട്ടെടുക്കാം. ചൂടായിട്ടുള്ള കല്ലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ബബിൾസ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷമാണ് നമ്മളിതിന് ചുറ്റും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് വീർത്ത് തുടങ്ങും. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. ആലു പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാം വീട്ടിൽ തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും വേണമെന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.